ഹായ് മക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എജ്യൂമസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 7 ഇംഗ്ലീഷ് ആണ്. ഗ്ലിംസ് ഓഫ് ദി എമിറേറ്റ്സ് എന്ന ചാപ്റ്ററാണ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ഒരു കോംപ്രിഹെൻഷൻ മോഡലാണ്, അപ്പോൾ അത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് 3 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. പിക്ചർ എ, പിക്ചർ ബി, പിക്ചർ സി. പിക്ചർ എ ടെക്സ്റ്റിലുള്ള സെൻറ്റൻസ്, പാസേജിൽ നിന്നുള്ള സെൻറ്റൻസ് എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഐ വാസ് ഏബിൾ ടു വ്യൂ ദ ഇമ്പോസിംഗ് ബുർജ് ഖലീഫ, ദ ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ്. ക്ലൈംബിംഗ് ഇറ്റ് ഓൾ ദ വേ അപ്പ് വുഡ് ടേക്ക് യു ടു ദ ടോപ്പ് ഓഫ് ദ വേൾഡ്. ഇപ്പോൾ ബുർജ് ഖലീഫിനെ കുറിച്ച് ഈ പാസേജിൽ ഈ റൈറ്റർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നത്. പിക്ചർ ബി, എ ബോട്ട് റൈഡ് അറ്റ് ബുർദാബി late in evening was a fascinating experience. The dazzling lights and their reflections on the creek give you a feeling of being out of the world. അപ്പോൾ അതാണ് ബുർ ദുബായിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരു ബോട്ട് റൈഡ് ഉണ്ട്, അതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് ഈ രണ്ടാമത്തെ പിക്ചറിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പാസേജിൽ. ഇറ്റ് വാസ് ദ എൻട്രൻസ് ടു ദ നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റ്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് സിംഗിൾ സൈറ്റ് സോളാർ പവർ പ്ലാന്റ് ഇൻ ദ വേൾഡ്, പ്രൊഡ്യൂസിങ് എ സ്റ്റുപ്പൻഡസ് ആൻഡ് 1.2 GW ഓഫ് പവർ. അപ്പോൾ 1.2 GW പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വലിയ സോളാർ പവർ പ്ലാന്റിൻ്റെ ഒരു ഗേറ്റാണ്, എൻട്രൻസ് ആണ് അദ്ദേഹം രണ്ടാമത്തെ പിക്ചറിൽ കണ്ടിട്ടുള്ളത്. ഇനി ആക്ടിവിറ്റി 3 പോകാം. ആക്ടിവിറ്റി 2 നമുക്ക് തന്നിട്ടുള്ള ഒരു കോൺവേഴ്സേഷനാണ്. റീഡ് ദ കോൺവേഴ്സേഷൻ. ഒരു കോൺവേഴ്സേഷൻ തന്നിട്ടുണ്ട്, മിഴിയും സെറയും തമ്മിലുള്ള ഒരു കോൺവേഴ്സേഷൻ. അതും ഒരു യാത്രയെക്കുറിച്ച് തന്നെയാണ്. അവളുടെ വീട്ടിലേക്ക് പോകേണ്ട വഴിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഒരു വേ ടു മൈ സ്കൂൾ എന്ന് പറഞ്ഞിട്ടൊരു മാപ്പ് തന്നിട്ടുണ്ട്, ഡയറക്ഷൻസ് ഒക്കെ ഉള്ളൊരു മാപ്പ് തന്നിട്ടുണ്ട്. ഈ മാപ്പിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് ഡിസ്ക്രിപ്ഷൻ നമുക്ക് താഴെ ആ ടെക്സ്റ്റിൻ്റെ ഒരു പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 30 തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തന്നെ എ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനകത്ത് നമ്മളോട് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ സ്കൂളിലേക്കുള്ള ആ ഒരു മാപ്പ് വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ മാപ്പിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പ്രധാന ലാൻഡ് മാർക്കുകളൊക്കെ എല്ലാം മാർക്ക് ചെയ്യണം. അതെല്ലാം കൂടി വരച്ച് ചേർക്കണം. സൂപ്പർ മാർക്കറ്റ് ഉണ്ടെങ്കിൽ അത്, ഒരു അക്ഷയ സെൻറ്റർ ഉണ്ടെങ്കിൽ അത്, പോസ്റ്റ് ഓഫീസ് ഉണ്ടെങ്കിൽ അത്, ബാങ്ക് ഉണ്ടെങ്കിൽ അത്, പള്ളിയോ അമ്പലങ്ങളോ അങ്ങനെ എന്തെങ്കിലും, മോസ്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത്, അങ്ങനെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, ഒരു നാൽക്കവല വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം വരച്ച് ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് വരച്ച് ചേർക്കാനുള്ളതാണ്. റൈറ്റ് എ പാരഗ്രാഫ് ഡിസ്ക്രൈബിങ് ദ വേ ടു സ്കൂൾ ഫ്രം യുവർ ഹോം ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. ഇനി അടുത്തത് ബി പാർട്ട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ആ ഒരു ഡയറക്ഷൻ, അതെങ്ങനെയാണ് പോകേണ്ടത്. നേരെ പോയിട്ട് വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ നടക്കുക, അങ്ങനെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗോ അലോങ് ദ സ്ട്രീറ്റ് അണ്ടിൽ യു റീച്ച് എ ട്രാഫിക് ലൈറ്റ്, യു വിൽ സീ എ ബാങ്ക് ഓൺ ദ ലെഫ്റ്റ്, ഇറ്റ് ഈസ് അബൌട്ട് 2 കിലോമീറ്റർ ഫ്രം ഹിയർ. അങ്ങനെ നമ്മുടെ സ്വന്തം ഡയറക്ഷൻ, വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള ഡയറക്ഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ആക്ടിവിറ്റി 3 നോക്കാം. ആക്ടിവിറ്റി 3 ആണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ആക്ടിവിറ്റി 3 യുവർ ഫ്രണ്ട് നെഷ്വ മറിയം from UAE decided to visit your home in Kerala. Here is the boarding pass of Neshwa Mariam, who arrived at Cochin International Airport from Dubai International Airport. ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് കൊച്ചിയിലേക്ക് വന്നിരിക്കുന്ന നെഷ്വ മറിയത്തിൻ്റെ ഒരു ടിക്കറ്റാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ ടിക്കറ്റ് ബോർഡിംഗ് പാസ് നോക്കിയിട്ട് നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഒരു സെൽഫ് റിപ്പോർട്ടിംഗ് ഫോം ഉണ്ട്, അതൊന്ന് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സെൽഫ് റിപ്പോർട്ടിംഗ് ഫോം ഇങ്ങനെയാണ്. നെയിം ഓഫ് ദ പാസഞ്ചർ, അവിടെ നമ്മൾ നെഷ്വ മറിയം എന്ന് എഴുതണം. ഫ്ലൈറ്റ് നമ്പർ ടിക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, ബോർഡിംഗ് പാസിൽ കൊടുത്തിട്ടുണ്ട്. AB 123, സീറ്റ് നമ്പർ 123A. ഡേറ്റ് ഓഫ് അറൈവൽ, ഏത് ദിവസമാണെന്നുള്ളത് 24/8/2023 ആണ്. പോർട്ട് ഓഫ് ഒറിജിൻ ഓഫ് ജേർണി, അതായത് നമ്മുടെ ലൊക്കേഷൻ, എവിടെ നിന്നാണ് നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്, സ്റ്റാർട്ടിങ് ലൊക്കേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ദുബായിൽ നിന്നാണ്. പോർട്ട് ഓഫ് ഫൈനൽ ഡെസ്റ്റിനേഷൻ, എത്തിച്ചേരേണ്ട സ്ഥലം, ഫൈനൽ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥലം കൊച്ചിയാണ്. കോൺടാക്ട് അഡ്രസ് ഇൻ ഇന്ത്യ ഫോർ ഓൾ ട്രാവലേഴ്സ്, എല്ലാ ട്രാവലേഴ്സിൻ്റെയും കോൺടാക്ട് അഡ്രസ്സിൻ്റെയാണ് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുള്ളത്. ഹൗസ് നമ്പർ ചോദിച്ചിട്ടുണ്ട്, സ്ട്രീറ്റ് ചോദിച്ചിട്ടുണ്ട്, വില്ലേജ് ചോദിച്ചിട്ടുണ്ട്, തെഹ്സിൽ ചോദിച്ചിട്ടുണ്ട്, ഡിസ്ട്രിക്റ്റ് ചോദിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ്, പിൻകോഡ്, റെസിഡൻസ് നമ്പർ, ഫോൺ നമ്പർ, റെസിഡൻസ് നമ്പർ, അതായത് വീട്ടിലെ ഫോൺ നമ്പർ ആയിരിക്കണം അത് ചോദിച്ചിട്ടുള്ളത്. മൊബൈൽ നമ്പർ ചോദിച്ചിട്ടുണ്ട്, പിന്നെ മെയിൽ ID ചോദിച്ചിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഓഫ് കൺട്രി വിസിറ്റഡ് ഇൻ ലാസ്റ്റ് 28 days, കഴിഞ്ഞ 28 ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും രാജ്യം വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചോദിച്ചിട്ടുണ്ട്.
പിന്നെ ചോദിച്ചിട്ടുള്ളത്, ആർ യു സഫറിങ് ഫ്രം എനി ഓഫ് ദ ഫോളോയിങ് സിംറ്റംസ്? താഴെ പറയുന്ന ഏതെങ്കിലും അസുഖത്തിൻ്റെ ഒരു സിംറ്റംസ് നമുക്കുണ്ടോ? ഫീവർ ഉണ്ടോ, കഫ് ഉണ്ടോ, റെസ്പിറേറ്ററി ഡിസീസസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നും ഇല്ല എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ഒരു ആക്ടിവിറ്റി നോക്കാം. നോട്ട് ദ വേർഡ്സ് ഇൻ ഇറ്റാലിക്സ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസ്. താഴെ നമുക്ക് 2 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ഈ 2 സെൻറ്റൻസും ഈ പാസേജിൽ നിന്നുള്ളതാണ്. ദ സീ ഹാഡ് ദ സെയിം സെറീൻ അപ്പിയറൻസ് എവ്രിവെയർ. വൺ എക്സ്പീരിയൻസസ് എ കൈൻഡ് ഓഫ് ഹെവൻലി ബ്ലിസ് അറ്റ് ദീസ് ക്വൈറ്റ് ബീച്ചസ്. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു സെൻറ്റൻസ്. ഒരു കടൽ തീരത്ത് ചെന്നാൽ നമുക്ക് ശാന്തിയും സമാധാനവുമാണ് കിട്ടുക. ഒരു കടൽ തീരം നമ്മളെ ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും ഒരു ഇൻറ്റേർണൽ പീസ് കിട്ടും എന്നുള്ള ഒരു മീനിങ്ങിലാണ് സെറീൻ അപ്പിയറൻസ് എന്നുള്ളൊരു വാക്ക് കൊടുത്തിരിക്കുന്നത്. കാം ആൻഡ് പീസ്ഫുൾ എന്നുള്ള മീനിങ്ങിൽ. ഇറ്റ് വാസ് ഏബിൾ ടു വ്യൂ ദ ഇമ്പോസിങ് ബുർജ് ഖലീഫ്, ദ ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ്. ഈ ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. ഇതിൻ്റെ ഉന്നതങ്ങളിലെത്തി നോക്കുമ്പോൾ നമുക്ക് ലോകം മുഴുവൻ കാണാൻ സാധിക്കും എന്നുള്ള രീതിയിൽ, ഏറ്റവും ഉന്നതിയിലെത്തി എന്നുള്ളൊരു രീതിയിൽ മീനിങ്ങിലാണ് ഇമ്പോസിങ് എന്നുള്ള വാക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ച് വേർഡ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ബോക്സിൽ. ബ്യൂട്ടിഫുൾ, പ്രിട്ടി, ക്വയറ്റ്, ബിസി, പീസ്ഫുൾ, നോയ്സി, ഗ്രീൻ, സേഫ്, ഡേഞ്ചറസ്, ക്രൗഡഡ്, എംപ്റ്റി, കളർഫുൾ, ലൈവ്ലി, ബ്രെത്ത് ടേക്കിംഗ്, പീസ്ഫുൾ, ബേഴ്സ്ലിംഗ്, വൈബ്രൻറ്റ്. ഇത് വെച്ചിട്ട് നമ്മൾ വിസിറ്റ് ചെയ്ത ഒരു പ്ലേസിനെ പറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിസിറ്റ് ചെയ്ത കൊടൈക്കനാലിനെ കുറിച്ചാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ലാസ്റ്റ് മന്ത് ഐ വിസിറ്റഡ് കൊടൈക്കനാൽ ആൻഡ് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ and breathtaking place, surrounded by green hills and forest. The town was pretty, colorful and vibrant with colors, with flowers and lively markets everywhere. Some places were quiet and peaceful, especially around the lakes and viewpoints, while the town center was busy, bustling, crowded, lively and sometimes noisy. A few spots away from the town felt almost empty, making them perfect for relaxing. I felt safe in most places, although some steep roads and cliffs could be dangerous if people were not careful. Overall, my visit to Kodaikanal was memorable because it combined peaceful nature with the energy of a lively hill station. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്